ദക്ഷിണേന്ത്യയെയും ഭാരതത്തെ മുഴുവനായും ഒരുപോലെ നടുക്കിയ ക്രൂരവും വിചിത്രവുമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ ചരിത്രമാണ് കെ.ഡി. കെമ്പമ്മ എന്ന സ്ത്രീയുടേത്. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ സയനൈഡ് മല്ലിക എന്ന ഭീതി ഉണർത്തുന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ ഇന്ത്യയിൽ ഔദ്യോഗികമായി ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സീരിയൽ കില്ലറാണ്. കെ.ഡി. കെമ്പമ്മ കർണാടകയിലെ ബംഗളൂരുവിന് സമീപമുള്ള കഗ്ഗലീപുര എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 1970കളിലാണ് ഇവരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. സാധാരണ ചുറ്റുപാടിൽ വളർന്ന കെമ്പമ്മ ഒരു തയ്യൽക്കാരനെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 3 കുട്ടികളും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു സാധാരണ കുടുംബിനിയായി ജീവിച്ച കെമ്പമ്മയ്ക്ക് പെട്ടെന്ന് പണക്കാരിയാകണമെന്ന തീവ്രമായ ആഗ്രഹവും ആഡംബര മോഹങ്ങളും ഉണ്ടായിരുന്നു. ഇതിനായി അവർ പല വിധത്തിലുള്ള വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളിലേക്കും തിരിഞ്ഞു. 1998 ഒരു ചെറിയ മോഷണ കേസിൽപ്പെട്ട് 1 വർഷത്തോളം അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കെമ്പമ്മ ഒരു ചിട്ടി ഫണ്ട് ബിസിനസ് ആരംഭിച്ചെങ്കിലും അത് വൻ പരാജയത്തിലാണ് കലാശിച്ചത്. വലിയ സാമ്പത്തിക ബാധ്യത തലയിലായതോടെ ഭർത്താവും കുടുംബവും അവരെ വീട്ടിൽ നിന്നും പുറത്താക്കി. കുടുംബം ഉപേക്ഷിച്ചതോടെ കെമ്പമ്മ നഗരത്തിലെ വിവിധ വീടുകളിൽ വീട്ടുജോലിക്കാരിയായും സ്വർണ്ണപ്പണിക്കാരുടെ സഹായിയായും ജോലി ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് സ്വർണം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സയനൈഡ് എന്ന മാരക വിഷത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. സിനിമകളിൽ നിന്നും മറ്റും സയനൈഡിന്റെ മാരക ശേഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച അവർ തന്റെ സാമ്പത്തിക തകർച്ച പരിഹരിക്കാൻ കുറ്റകൃത്യങ്ങളുടെ ക്രൂരമായ പാത തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. കെമ്പമ്മ തന്റെ ഇരകളെ കണ്ടെത്തുന്നതിനായി തിരഞ്ഞെടുത്തത് ബംഗളൂരുവിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രശസ്തമായ ക്ഷേത്രങ്ങളായിരുന്നു. നല്ല കാഞ്ചീപുരം സാരികളും ധരിച്ച് തലയിൽ മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ വലിയ സിന്ദൂരക്കുറിയുമായി തികച്ചും ഒരു ഭക്തയായ സ്ത്രീയുടെ രൂപത്തിലാണ് അവർ ക്ഷേത്രങ്ങളിൽ എത്തിയിരുന്നത്. അവിടെ വെച്ച് കടുത്ത മാനസിക വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകളെ അവർ പ്രത്യേകം നിരീക്ഷിച്ചു. അത്തരം സ്ത്രീകളുടെ അടുത്ത് ചെന്ന് സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. തുടർന്ന് താൻ വലിയൊരു ആത്മീയ കപടവേഷം കെട്ടി അവരുടെ പ്രശ്നങ്ങൾ മാറാൻ നഗരത്തിന് പുറത്തുള്ള ഏതെങ്കിലും വിജനമായ ക്ഷേത്രത്തിൽ വെച്ച് ഒരു മണ്ഡല പൂജ ചെയ്യണമെന്ന് വിശ്വസിപ്പിക്കും. പൂജയ്ക്ക് വരുമ്പോൾ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും നല്ല വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും വലിയ തുക പണവും കരുതണമെന്ന് അവർ ഇരകളോട് നിർദ്ദേശിക്കുമായിരുന്നു. പൂജ നടത്തുന്നതിനായി വിജനമായ സ്ഥലങ്ങളിലോ ക്ഷേത്ര സത്രങ്ങളിലോ ഇരകളെ എത്തിച്ച ശേഷം കണ്ണടച്ചു പ്രാർത്ഥിക്കാൻ പറയും. ഈ സമയം പൂജിച്ച തീർത്ഥം എന്ന വ്യാജേന സയനൈഡ് കലർത്തിയ വെള്ളമോ പ്രസാദമോ ഇരകൾക്ക് നൽകും. വിഷമുള്ളിൽ ചെന്ന് ഇരകൾ പിടയുമ്പോൾ അവർ നിലവിളിക്കാതിരിക്കാൻ കെമ്പമ്മ അവരുടെ മൂക്ക് അമർത്തിപ്പിടിക്കുമായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം അവരുടെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന് കെമ്പമ്മ അവിടെ നിന്നും അപ്രത്യക്ഷമാകും. ഓരോ കൊലപാതകത്തിന് ശേഷവും അവർ തൻ്റെ പേരും വിലാസവും മാറ്റി പുതിയ ഒളിത്താവളങ്ങൾ കണ്ടെത്തിയിരുന്നു. ഔദ്യോഗിക രേഖകൾ പ്രകാരം 6 കൊലപാതകങ്ങളാണ് കെമ്പമ്മ നടത്തിയതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിലധികം കൊലപാതകങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. 1999 ഹോസ്കോട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് 30കാരിയായ മമതയെ കെമ്പമ്മ പരിചയപ്പെടുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന പൂജ നടത്താൻ വിളിച്ചു വരുത്തി സയനൈഡ് നൽകി ആദ്യ കൊലപാതകം നടത്തി. 2007 കാണാതായ തൻ്റെ കൊച്ചുമകളെ കണ്ടെത്താൻ പ്രാർത്ഥിക്കാനെത്തിയ 52 വയസ്സുകാരിയായ എലിസബത്തിനെ കപാലമ്മ ക്ഷേത്രത്തിലേക്ക് ആകർഷിച്ച് കൊലപ്പെടുത്തി. അതേ വർഷം തന്നെ ശ്വാസം മുട്ടൽ മാറാനുള്ള പ്രത്യേക പൂജ ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് യശോദാമ്മ എന്ന സ്ത്രീയെ സിദ്ധഗംഗ മഠത്തിന് സമീപം വെച്ച് കൊലപ്പെടുത്തി. 2006 ആൺകുട്ടി ജനിക്കുന്നതിനുള്ള പ്രത്യേക പൂജ നടത്താമെന്ന് പറഞ്ഞ് കോലാർ ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് 22 വയസ്സുള്ള രേണുകയെയും കൊലപ്പെടുത്തി. 2007 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കേവലം 2 മാസത്തിനിടയിൽ മാത്രം 5 സ്ത്രീകളെയാണ് ഇവർ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. കെമ്പമ്മയുടെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: പണം, സ്വർണം, ആഡംബര ജീവിതം. യാതൊരുവിധ മാനസിക വൈകൃതങ്ങളോ പ്രതികാര ചിന്തകളോ അവരെ ഈ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചിരുന്നില്ല. പരാജയപ്പെട്ട ബിസിനസ്സും കുടുംബത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും അവരിലുണ്ടാക്കിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും എങ്ങനെയെങ്കിലും ധനികയാവണമെന്ന തീവ്രമായ ആഗ്രഹവുമാണ് അവരെ ഈ ക്രൂരതയിലേക്ക് നയിച്ചത്.
നിസ്സഹായരായ സ്ത്രീകളുടെ ആത്മീയ വിശ്വാസത്തെയും അന്ധവിശ്വാസങ്ങളെയും ചൂഷണം ചെയ്ത് വളരെ ആസൂത്രിതമായി പണം തട്ടിയെടുക്കാൻ അവർ കൊലപാതകം ഒരു മാർഗമായി സ്വീകരിച്ചു. സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവർ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുകയും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുകയും സുഖലോലുപമായ ജീവിതം നയിക്കുകയുമാണ് ചെയ്തത്. തുടർച്ചയായി സ്ത്രീകൾ സമാന സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങൾക്ക് സമീപം ദുരൂഹമായി മരണപ്പെടുന്നത് കർണാടക പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൃതദേഹങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലായിരുന്നുവെന്നതും മരണകാരണം സയനൈഡ് വിഷബാധയാണെന്നതും പോലീസ് അന്വേഷണം ഊർജിതമാക്കാൻ കാരണമായി. 2007 ഡിസംബർ 31 ബംഗളൂരുവിലെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കെമ്പമ്മയെ പോലീസ് പിടികൂടി. അപ്പോഴേക്കും അവർ കവർച്ച ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ താൻ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ അവർ തയ്യാറായി. സ്വർണം വൃത്തിയാക്കുന്ന കടകളിൽ നിന്നാണ് താൻ സയനൈഡ് സംഘടിപ്പിച്ചതെന്ന് അവർ സമ്മതിച്ചു. 2009 ബംഗളൂരുവിലെ പ്രത്യേക കോടതി കെമ്പമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. കർണാടകത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിക്കുന്നത് ആദ്യമായായിരുന്നു. എന്നാൽ പിന്നീട് 2012 കർണാടക ഹൈക്കോടതി ഇവരുടെ വധശിക്ഷ ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു. ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലാണ് കെമ്പമ്മയെ പാർപ്പിച്ചിരുന്നത്. 2017 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ തോഴി VK ശശികല അഴിമതി കേസിൽ ഇതേ ജയിലിലെത്തിയപ്പോൾ കെമ്പമ്മയുടെ തൊട്ടടുത്ത സെല്ലിലാണ് അവരെ പാർപ്പിച്ചിരുന്നത്. ജയലളിതയുടെ വലിയൊരു ആരാധികയായിരുന്ന കെമ്പമ്മ ശശികലയുമായി സൗഹൃദത്തിലാകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കെമ്പമ്മ ഒരു സീരിയൽ കില്ലർ ആയതിനാൽ ശശികലയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന ജയിൽ അധികൃതരുടെ വിലയിരുത്തലിനെ തുടർന്ന് കെമ്പമ്മയെ അടിയന്തരമായി ബെലഗാവിയിലെ ഹിൽഡംഗ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി. നിലവിൽ കെമ്പമ്മ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പ്രായത്തിന്റെ അസ്വസ്ഥതകളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അവരെ അലട്ടുന്നുണ്ട്. മനുഷ്യന്റെ അമിതമായ പണക്കൊതിയും ആഡംബര ഭ്രമവും ഒരു സ്ത്രീയെ എത്രത്തോളം ക്രൂരയായ ഒരു കൊലയാളിയാക്കി മാറ്റാം എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് KD കെമ്പമ്മ. ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച് സമൂഹം എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഈ കേസ് നമുക്ക് നൽകുന്നത്.